നമസ്കാരം. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരുണ്ടെങ്കിൽ അവരെ മരിച്ചവരെ കണക്കാക്കണമെന്നാവശ്യപ്പെട്ട് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യയെ സംസ്ഥാന സർക്കാർ സമീപിക്കും. കേരളത്തിൽ ഓഖിയിലും പ്രളയത്തിലും കാണാതായവരുടെ ആശ്രിതർക്ക് മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാൻ രജിസ്ട്രാർമാർക്ക് ചീഫ് രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയിരുന്നു. ഇതേ രീതി വയനാട്ടിലും തുടരാനാണ് സർക്കാർ തീരുമാനം. ഒരാളെ കാണാതായി 7 വർഷം കഴിഞ്ഞാൽ കോടതി ഉത്തരവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മരണ സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്നതാണ് ചട്ടം. അത് സ്വാഭാവിക സാഹചര്യത്തിലാണ്. എന്നാൽ മുണ്ടക്കൈയിലും ചൂരൽമലയിലും ജീവൻ നഷ്ടമായവർ തിരിച്ചെത്താനുള്ള സാധ്യത കുറവാണ്. ചാലിയാറിൽ നിന്നും കിട്ടിയ ശരീരഭാഗങ്ങൾ നൽകുന്ന സൂചന ഇതാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇത്തരം ഒരു നീക്കം നടത്തുന്നത്. 200-ലധികം പേരെ ഇനി മുണ്ടക്കൈയിലും ചൂരൽമലയിലും കാണാനുണ്ട്. ഇവരെ കണ്ടെത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അത് തീർന്ന ശേഷമാകും പിന്നീട് കാണാനില്ലാത്തവരെ മരിച്ചവരായി പ്രഖ്യാപിക്കുക. മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കുമ്പോൾ മാത്രമാണ് അവകാശികൾക്ക് നഷ്ടപരിഹാരവും മറ്റു രേഖകളും ലഭിക്കുക. വയനാട് ദുരന്തത്തിൽ സർക്കാർ ഇതുവരെ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടില്ല. പ്രഖ്യാപിക്കുമ്പോൾ അവ കൈപ്പറ്റുന്നതിനുള്ള വ്യവസ്ഥകളും അറിയിക്കും. സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യപ്രകാരമായിരുന്നു നടപടി. പ്രകൃതി ദുരന്തങ്ങളിൽ കാണാതാകുന്നവരെക്കുറിച്ച് കൃത്യമായ അന്വേഷണവും നടപടികളും പൂർത്തീകരിച്ച് മരണ സർട്ടിഫിക്കറ്റ് നൽകാം. കാണാതായത് സംബന്ധിച്ച് അടുത്ത ബന്ധുവിൻ്റെ പരാതിയിൽ പോലീസ് കേസ്, നോട്ടറി പബ്ലിക്കിൻ്റെ സത്യവാങ്മൂലം, തഹസിൽദാരുടെയോ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിൻ്റെയോ ഉത്തരവ്, പത്രങ്ങളിലും ഗസറ്റിലും വിജ്ഞാപനം, ആക്ഷേപം അനുവദിക്കാൻ 30 ദിവസം സമയം തുടങ്ങിയ നടപടിക്രമങ്ങൾ പാലിക്കണം. ഓഖി ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെയും കാണാതായവരുടെയും കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരം സർക്കാർ നൽകിയത്. ഇവരുടെ സ്വർണ്ണപ്പണയം ഒഴികെയുള്ള വായ്പകളെല്ലാം എഴുതി തള്ളി. വയനാട്ടിൽ ഉറ്റവരെ നഷ്ടപ്പെട്ടതിന് പുറമെ കിടപ്പാടം വരെ ഇല്ലാതായതിനാൽ കൂടുതൽ വിപുലമായി പാക്കേജ് തന്നെ പ്രഖ്യാപിക്കേണ്ടി വരും. ശതകോടികൾ തന്നെ ഇതിനു വേണ്ടി വരും. കേന്ദ്ര പാക്കേജിനായി സമ്മർദ്ദം ചെലുത്തും. സാധാരണ ഇത്തരം ദുരന്തമുണ്ടാകുമ്പോൾ കേന്ദ്രം ആശ്വാസ സഹായം പ്രഖ്യാപിക്കാറുണ്ട്. വയനാട്ടിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 2 ലക്ഷം പ്രഖ്യാപിച്ചു. അതിനപ്പുറമൊന്നും കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം മുണ്ടക്കയിൽ നിന്ന് ചാലിയാറിലൂടെ ഒഴുകിയെത്തിയത് 5 മൃതദേഹങ്ങളാണ്. 7 മൃതദേഹങ്ങൾ കൂടി ഉൾവനത്തിലുണ്ടെന്നും അധികൃതർ പറഞ്ഞു. ഇതോടെ ഇതുവരെ കിട്ടിയത് 59 മൃതദേഹങ്ങളാണ്. ഇവയിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തിരിച്ചറിഞ്ഞത് 3 പേരെ മാത്രമാണ്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നുള്ള അവസാന കണക്കുകൾ അനുസരിച്ച് 59 മൃതദേഹങ്ങളും 113 ശരീരഭാഗങ്ങളുമാണ് 3 ദിവസത്തിനുള്ളിൽ പുഴയിൽ നിന്ന് ലഭിച്ചത്. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി 143 വയനാട്ടിലേക്ക് കൊണ്ടുപോയി. പോത്തുകല്ല് പഞ്ചായത്തിൽ ചാലിയാറിനക്കരെ ഉൾവനത്തിൽ കുമ്പളപ്പാറയ്ക്ക് മുകളിൽ മലവാരത്തിൽ 2 മൃതദേഹങ്ങൾ കണ്ടെത്തി. വ്യാഴാഴ്ച രാവിലെ മുണ്ടേരി വനമേഖലയിൽ ചാലിയാറിന് സമാന്തരമായി മലയിലേക്ക് പോയ സന്നദ്ധ പ്രവർത്തകരാണ് ഇവ കണ്ടെത്തിയത്. ഉരുൾപൊട്ടിയ ചൂരൽമലയ്ക്കും മലപ്പുറം ജില്ലാ അതിർത്തിയായ കുമ്പളപ്പാറയിലെ വനപ്രദേശത്തിനും ഇടയിലാണ് മൃതദേഹങ്ങളുള്ളത്. വനത്തിനുള്ളിലേക്കും കൈവഴികൾ, തോടുകൾ എന്നിവ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടത്താൻ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചേർന്ന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അതിനിടെ മുണ്ടക്കയിൽ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് ഇന്നലെ 5 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയെങ്കിലും മനുഷ്യജീവന്റെ സൂചന ലഭിച്ചിരുന്നില്ല. രാത്രി വൈകിയും തിരച്ചിൽ നടത്താൻ ദൗത്യസംഘം പൂർണ്ണ മനസ്സോടെ ഇറങ്ങിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി ഫ്ലഡ് ലൈറ്റ് എത്തിച്ചാണ് പരിശോധന നടത്തിയത്. ഇതോടെ ഇന്നലത്തെ തിരച്ചിൽ ദൗത്യസംഘം അവസാനിപ്പിക്കുകയായിരുന്നു. തെർമൽ സ്കാനറിൽ നടത്തിയ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചതോടെയാണ് ദൗത്യസംഘം രക്ഷാപ്രവർത്തനം ഊർജിതമാക്കിയത്. വൈകാതെ 2 മണ്ണുമാന്തി യന്ത്രം പ്രദേശത്തേക്ക് എത്തിച്ച് പരിശോധനയും ആരംഭിച്ചു. എന്നാൽ ലഭിച്ച സിഗ്നൽ പാമ്പിന്റെയോ മറ്റേതെങ്കിലും ജീവികളുടെയോ ആയിരിക്കാമെന്നും സ്ഥിരീകരിച്ചു. മനുഷ്യജീവൻ കെട്ടിടത്തിന് താഴെ ഇല്ല എന്നും ദൗത്യസംഘം അറിയിച്ചു. മനുഷ്യജീവനാകാമെന്ന അഭ്യൂഹം പറഞ്ഞതോടെ മുണ്ടക്കൈ ടോപ്പിലേക്ക് ആംബുലൻസുകളടക്കം എത്തിയിരുന്നു. പ്രദേശത്ത് ഇനി മനുഷ്യർ അവശേഷിക്കുന്നില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നേരത്തെ കലിങ്കിന് താഴെയാണ് തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ പിന്നീട് തകർന്നു കിടക്കുന്ന കെട്ടിടത്തിന് 3 മീറ്റർ താഴ്ചയിലേക്ക് രക്ഷാപ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു. കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഓഫീസാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു.